ഇന്ത്യ ഗവൺമെൻറ് ഇപ്പോൾ ഈ പാസ്പോർട്ട് ഫെസിലിറ്റി ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 2024 പരീക്ഷണാടിസ്ഥാനത്തിൽ ആരംഭിക്കുകയും ഇപ്പോൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാകുകയും ചെയ്തിട്ടുള്ള നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ പുതിയ ഒരു കാൽവയ്പ്പാണ് ഈ പാസ്പോർട്ട്. രാജ്യത്തെ എല്ലാ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിലും ഇപ്പോൾ ഇത് ലഭ്യമല്ല. അറിഞ്ഞിടത്തോളം രാജ്യത്തെ 12 പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങളിലും തെരഞ്ഞെടുത്ത പോസ്റ്റ് ഓഫീസ് സേവാ കേന്ദ്രങ്ങളിലും മാത്രമാണിപ്പോൾ ഈ പാസ്പോർട്ട് ലഭിക്കുന്നത്. ഇപ്പോൾ കൊച്ചി പാസ്പോർട്ട് ഓഫീസും ഈ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. എന്താണ് ഈ പാസ്പോർട്ട്? എന്താണ് അതുകൊണ്ട് നമുക്കുള്ള ഗുണങ്ങൾ? നിലവിൽ പാസ്പോർട്ട് ഉള്ള എല്ലാവരുടെയും പാസ്പോർട്ട് ഈ പാസ്പോർട്ട് ആക്കേണ്ടതുണ്ടോ? എങ്ങനെ ഒരു ഈ പാസ്പോർട്ടിന് അപ്ലൈ ചെയ്യാം? ഇതിനെക്കുറിച്ചൊക്കെ അറിയുവാൻ ഈ വീഡിയോ മുഴുവനായും കാണുക. അജയ്സ് പ്രസിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അജയ്സ് പ്രസ്. ഹിയർ വാട്ട് വി ഡു ഈസ് എക്സ്പ്രസ്. ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത്. എന്താണ് ഈ പാസ്പോർട്ട്? റേഡിയോ ഫ്രീക്വൻസി ഐഡൻറ്റിഫിക്കേഷൻ അഥവാ RFID ചിപ്പും പാസ്പോർട്ട് ഉടമയുടെ വ്യക്തിഗത വിവരങ്ങളും ബയോമെട്രിക് വിവരങ്ങളും ആൻറ്റിനയും ഉൾപ്പെടുന്ന പേപ്പറും ഇലക്ട്രോണിക് പാസ്പോർട്ടും സംയോജിച്ച ഒരു സംവിധാനമാണ് ഈ പാസ്പോർട്ട്. ഈ പാസ്പോർട്ടിനെ എങ്ങനെ തിരിച്ചറിയാം എന്ന് ചോദിച്ചാൽ, പാസ്പോർട്ടിൻ്റെ മുൻ കവറിന് താഴെ അച്ചടിച്ചിരിക്കുന്ന ഒരു സ്വർണ്ണ നിറ ചിഹ്നം കാണുവാൻ കഴിയും. ഇതുള്ള പാസ്പോർട്ട് ഈ പാസ്പോർട്ട് ആണ്. അങ്ങനെ ഈ പാസ്പോർട്ടിനെ കാഴ്ചയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ തിരിച്ചറിയുവാൻ പറ്റും. എന്താണ് ഈ പാസ്പോർട്ടിൻ്റെ പ്രത്യേകതകൾ? ശക്തമായ ഐഡൻറ്റിറ്റി പ്രൊട്ടക്ഷനും എൻക്രിപ്റ്റഡ് ബയോമെട്രിക് ഡേറ്റയുമാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാന പ്രത്യേകത. ഫ്രണ്ട് കവറിൽ ഉള്ള ഒരു എംബഡഡ് ചിപ്പ് ഉള്ള പാസ്പോർട്ട് ആണ് ഇത്. സുരക്ഷിതമായ ആക്സസ് നൽകുന്ന കോണ്ടാക്റ്റ് ലെസ് ചിപ്പ് ആണ് ഇത്. ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ കംപ്ലൈൻ്റ് ആണ് ഈ പാസ്പോർട്ട്. ഫേക്ക് അല്ലെങ്കിൽ ഡ്യൂപ്ലിക്കേറ്റഡ് പാസ്പോർട്ട്സിൻ്റെ റിസ്ക് ഇത് വളരെയധികം കുറയ്ക്കുന്നു. എന്തൊക്കെയാണ് ഈ ചിപ്പിൽ സൂക്ഷിച്ചു വയ്ക്കുന്നത്? പാസ്പോർട്ട് ഉടമയുടെ ഫോട്ടോ, ഫിംഗർ പ്രിൻ്റ്, അതുപോലെ കണ്ണിൻ്റെ ഐരിസ്, ഇതുപോലെയുള്ള ബയോമെട്രിക് ഡേറ്റ, പേര്, ജെൻഡർ, ജനന തീയതി, മേൽവിലാസം പോലെയുള്ള ഡെമോഗ്രാഫിക് ഡേറ്റ, ഇഷ്യൂ ചെയ്യുന്ന അതോറിറ്റിയുടെ ഡിജിറ്റൽ സിഗ്നേച്ചർ, പാസ്പോർട്ടിൻ്റെ യുണീക്ക് ID, ഇഷ്യൂ ഡേറ്റും അതിൻ്റെ എക്സ്പയറി ഡേറ്റും ഇതെല്ലാം ഈ ചിപ്പിൽ സൂക്ഷിച്ചു വയ്ക്കുന്നുണ്ട്. എങ്ങനെയാണ് ബയോമെട്രിക് ഈ പാസ്പോർട്ട് വർക്ക് ചെയ്യുന്നത്? ഇമിഗ്രേഷൻ ചെക്ക് പോയിന്റുകളിൽ ഈ പാസ്പോർട്ട് സ്കാൻ ചെയ്യുമ്പോൾ ചിപ്പ് എൻക്രിപ്റ്റഡ് ഡേറ്റ വയർലെസ് ആയി ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. സിസ്റ്റത്തിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന ബയോമെട്രിക്സ് ലൈവ് സ്കാനിൽ മാച്ച് ചെയ്യുന്നു. ടാമ്പറിംഗ്, അതേപോലെ ആൾമാറാട്ടം ഇതെല്ലാം ഒഴിവാക്കിക്കൊണ്ടുള്ള വേഗത്തിലുള്ള വെരിഫിക്കേഷൻ നടക്കുന്നു. എന്തൊക്കെയാണ് ഈ പാസ്പോർട്ടിൻ്റെ ഗുണവശങ്ങൾ? അതെങ്ങനെയാണ് ഒരു പാസ്പോർട്ട് ഉടമയ്ക്ക് ഗുണകരമാകുന്നത്? ഈ പാസ്പോർട്ടിൻ്റെ സുപ്രധാനമായ ഒരു സവിശേഷത, പാസ്പോർട്ട് ഹോൾഡറുടെ ഡേറ്റ സംബന്ധിക്കുന്ന ഇൻറ്റഗ്രിറ്റി അതേപടി സൂക്ഷിക്കുന്ന ഒരു എൻഹാൻസ്ഡ് എബിലിറ്റി ഈ പാസ്പോർട്ടിൽ കൊണ്ടുവന്നിരിക്കുന്നു എന്നതാണ്. പാസ്പോർട്ടിൻ്റെ ബുക്ക്ലെറ്റ് ഫോമിൽ ഡേറ്റ പ്രിൻ്റ് ചെയ്തിട്ടുണ്ടാകും. അതോടൊപ്പം തന്നെ ലോകത്തുള്ള എല്ലാ ഇമിഗ്രേഷൻ അധികാരികൾക്കും അതിൻ്റെ ആധികാരികത സുരക്ഷിതമായി പരിശോധിച്ച് ഉറപ്പുവരുത്താവുന്ന രീതിയിൽ അതിൽ ചേർത്തിരിക്കുന്ന ചിപ്പിൽ ഡിജിറ്റൽ സൈൻഡ് ആയിട്ടും അത് ഉണ്ടാകും. ഇതിൻ്റെ ഗുണം എന്താണ് എന്ന് വെച്ചാൽ, പാസ്പോർട്ട് ഫോർജറി നടത്തുക, കള്ള പാസ്പോർട്ട് ഉണ്ടാക്കുക പോലെയുള്ള ഫ്രോഡുലൻ്റ് പരിപാടികളിൽ നിന്നും ഒരാളുടെ പാസ്പോർട്ട് സുരക്ഷിതമാക്കി വയ്ക്കുവാൻ പറ്റും എന്നതാണ്. മാത്രമല്ല, ബോർഡർ കൺട്രോൾസിൽ പാസ്പോർട്ടിൻ്റെ ജെനുവിൻനെസ് ഉറപ്പാക്കാൻ സാധിക്കുകയും ചെയ്യും. ചുരുക്കി പറഞ്ഞാൽ, ഈ പാസ്പോർട്ട് എൻഹാൻസ്ഡ് സെക്യൂരിറ്റിയും ഡാറ്റ പ്രൊട്ടക്ഷനും നൽകുന്നു. അതേപോലെ ഫാസ്റ്റർ ഇമിഗ്രേഷനും ഗേറ്റ് ആക്സസും സാധ്യമാക്കുന്നു. ഒപ്പം ഐഡൻറ്റിറ്റി ഫ്രോഡിൻ്റെ റിസ്ക്കും കുറയ്ക്കുന്നു. ഇൻ്റർനാഷണൽ സിവിൽ ഏവിയേഷൻ ഓർഗനൈസേഷൻ ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഗ്ലോബലി അംഗീകരിച്ചതാണ് ഇത്. മാത്രമല്ല, ഇൻ്റർനാഷണൽ എയർപോർട്ട്സുകളിൽ സ്ട്രീം ലൈൻഡ് വെരിഫിക്കേഷനും സാധ്യമാണ്. അടുത്ത ചോദ്യം, നിലവിൽ പാസ്പോർട്ട് ഉള്ള എല്ലാവരുടെയും പാസ്പോർട്ട് ഈ പാസ്പോർട്ട് ആക്കേണ്ടതുണ്ടോ എന്നാണ്. ഉത്തരം ഇല്ല എന്നാണ്. നിങ്ങളുടെ നിലവിലുള്ള പാസ്പോർട്ട് അതിൻ്റെ എക്സ്പയറി ഡേറ്റ് വരെ വാലിഡ് ആയിരിക്കും. പുതുക്കുന്ന സമയത്ത് നിങ്ങളുടെ പാസ്പോർട്ട് സേവാ കേന്ദ്രം ഈ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുവാൻ ടെക്നിക്കലി സജ്ജമായിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ പുതുക്കിയ പാസ്പോർട്ട് ഈ പാസ്പോർട്ട് ആയിരിക്കും. നിലവിൽ ഡൽഹി, ബംഗളൂരു, മുംബൈ, ചണ്ഡീഗഡ്, കൊച്ചി, ചെന്നൈ, ലക്നൗ, അഹമ്മദാബാദ്, ഹൈദരാബാദ്, കൊൽക്കത്ത, ഗുവാഹത്തി എന്നിവിടങ്ങളിലെ പാസ്പോർട്ട് ഓഫീസുകൾ ഈ പാസ്പോർട്ടുകൾ ഇപ്പോൾ വിതരണം ചെയ്യുന്നുണ്ട്. വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ കണക്കനുസരിച്ച് ഇതുവരെ
20,700-ലധികം ഇ പാസ്പോർട്ടുകൾ നൽകിയിട്ടുണ്ട്. ഇ പാസ്പോർട്ടിൻ്റെ ഫീസ് ഓർഡിനറി പാസ്പോർട്ട് പോലെ തന്നെയാണ്. ഓർഡിനറി പാസ്പോർട്ട് 36 പേജുള്ള പാസ്പോർട്ട് 10 വർഷത്തേക്ക്, നോർമൽ 1,500-ഉം തത്കാലിൽ 3,500-ഉമാണെങ്കിൽ ഓർഡിനറി പാസ്പോർട്ട് 60 പേജുള്ള പാസ്പോർട്ടാണെങ്കിൽ 10 വർഷത്തേക്ക് ഇഷ്യൂ ചെയ്യാൻ 2,000 രൂപയും നോർമലിൽ 2,000 രൂപയും തത്കാലിൽ 4,000 രൂപയാണ്. മൈനറിൻ്റെ പാസ്പോർട്ട് 36 പേജുള്ള പാസ്പോർട്ട് ഇഷ്യൂ ചെയ്യുവാൻ അത് 5 വർഷത്തെ വാലിഡിറ്റിയാണ്. അതിന് നോർമൽ 1,000 രൂപയും തത്കാലിൽ 3,000 രൂപയുമാണ് ഇപ്പോൾ ഫീസ്. ഇനി നിങ്ങളുടെ പാസ്പോർട്ട് സേവാ കേന്ദ്രം ഈ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങളുടെ പാസ്പോർട്ട് നിങ്ങൾക്ക് ഈ പാസ്പോർട്ട് ആക്കുവാൻ പറ്റും. ഒഫീഷ്യൽ പാസ്പോർട്ട് സേവാ പോർട്ടലിൽ ഓൺലൈനായി നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത് ലോഗിൻ ചെയ്ത് ഈ പാസ്പോർട്ട് ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യുക. നിങ്ങളുടെ പാസ്പോർട്ട് സേവാ കേന്ദ്രം അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം സെലക്ട് ചെയ്യുക. ഈ പാസ്പോർട്ടിൻ്റെ ഫീസ് അടയ്ക്കുക. ഒരു അപ്പോയിൻമെൻറ്റ് സ്കെഡ്യൂൾ ചെയ്യുക. പാസ്പോർട്ട് സേവാ കേന്ദ്രം അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രം സന്ദർശിച്ച് നിങ്ങളുടെ ബയോമെട്രിക് ഡാറ്റ കൊടുക്കുകയും ഒപ്പം ഡോക്യുമെൻറ്റ്സ് വെരിഫൈ ചെയ്യുന്ന ജോലി കൂടി പൂർത്തിയാക്കുക. ഇത്രയും ചെയ്താൽ നിങ്ങളുടെ ഈ പാസ്പോർട്ട് റെഡി ആകും. ശ്രദ്ധിക്കുക, ഇനി രാജ്യാന്തര യാത്രകൾ നടത്തുമ്പോൾ ഇമിഗ്രേഷൻ കൗണ്ടറുകളിൽ അധിക നേരം നിങ്ങൾക്ക് ക്യൂ നിൽക്കേണ്ടി വരില്ല. എല്ലാം എളുപ്പത്തിൽ സാധ്യമാകും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. നമസ്കാരം.